ഫയർസ്റ്റോൺ മറികടന്നും പണിമുടക്കിൽ പങ്കെടുത്ത KSRTC ജീവനക്കാർ. തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ സർവീസ് നടത്താനെത്തിയ ബസ് തടഞ്ഞു. പോലീസ് സംരക്ഷണം നടത്തിയാൽ സർവീസ് നടത്തുമെന്ന് പണിമുടക്കിന്റെ ഭാഗമാകാത്ത ബദൽ ജീവനക്കാർ പറഞ്ഞു. ബസ് തടഞ്ഞതോടെ ദീർഘദൂര യാത്രക്കാർ പ്രതിസന്ധിയിലായി. സർവീസ് നടത്താമെന്ന് പറഞ്ഞെങ്കിലും അതിന് വേണ്ട സംരക്ഷണം സർക്കാർ ഒരുക്കിയിട്ടില്ലെന്നും ജീവനക്കാർ ആരോപിച്ചു. ഗതാഗത മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് സർവീസ് നടത്താനെത്തിയ KSRTC ജീവനക്കാർക്കിപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ്. ശാസ്താംകോട്ടയിലേക്ക് പോവേണ്ട KSRTC ബസ്സായിരുന്നു. തമ്പാനൂർ ഡിപ്പോയിൽ ബസ്സിന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം മുൻപിൽ മറ്റ് KSRTC ബസ്സുകൾ ഉപയോഗിച്ച് ഈ ബസ്സിനെ തടഞ്ഞിരിക്കുകയാണ്. ബദൽ ജീവനക്കാരാണ്. അവർ ദേശീയ പണിമുടക്കിന്റെ ഭാഗമാകുന്നില്ല. ബസ് എടുക്കാൻ പറ്റില്ല. ഇല്ല അത് അവിടെ അറിയിച്ചാലേ അറിയാം ചെയ്യാൻ പറ്റുള്ളൂ. എന്താ ഇപ്പൊ പറയുന്നത്? എന്താ അവര് ഗവൺമെന്റ് അടിസ്ഥാനത്തിൽ വിടും, പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലേ വിടുള്ളൂ. നിങ്ങൾ പോലീസിനെ ബന്ധപ്പെട്ടിരുന്നോ? പോലീസിനെ അവര് ബന്ധപ്പെട്ടു, യാത്രക്കാർ ബന്ധപ്പെട്ടു, സ്റ്റേഷൻ മാസ്റ്റർക്ക് ബന്ധപ്പെട്ടു. അപ്പൊ എന്താ കിട്ടിയ വിവരം? എന്താ കിട്ടിയ വിവരമൊന്നും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. എന്തായാലും അവര് വന്ന ഗവൺമെന്റ് അടിസ്ഥാനത്തിൽ പോകും. പോലീസ് സംരക്ഷണം ഉണ്ടെങ്കിൽ പോവാൻ തയ്യാറാണ്. ഞങ്ങളെ ജീവനക്കാര് സമാധാനം പറയും. ഞാൻ തമിഴ്നാട് കുളശ്ശേരി പോകേണ്ട ബസ്സാണ്. നേരത്തെ കൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് തടഞ്ഞിട്ടിരിക്കുകയാണ്. പോകാൻ അനുവദിക്കുന്നില്ല. ഇവർ നമ്മളെ സ്വന്തം റിസ്കിലാണെങ്കിൽ പോകാൻ, അതങ്ങനെ പോകാൻ പറ്റും? നമ്മൾ ബദലി ജീവനക്കാരാണ്. ഇതുവരെയും കഴിഞ്ഞ മാസത്തെ സാലറി പോലും തന്നിട്ടില്ല. രാവിലെ ഇവിടെ ജനങ്ങൾ വന്നപ്പോഴത്തേക്ക് ബാത്റൂം വരെ ഇവർ അടപ്പിച്ചാണ് യൂണിയൻകാർ. ഒരുപാട് ബുദ്ധിമുട്ടി ജനങ്ങളൊക്കെ, ഈ ട്രെയിനിലൊക്കെ വന്നവരൊക്കെ. അവർ പ്രൊട്ടക്ഷൻ തരുമെന്ന് പറഞ്ഞു. ഒരു പ്രൊട്ടക്ഷനും ഇല്ല. ഇപ്പോൾ പോലീസുകാരൊക്കെ കൈയൊഴിഞ്ഞു. നമ്മളങ്ങനെ ആഹാരം കഴിക്കാൻ പോലും വഴിയില്ലാതൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ തങ്ങൾ സർവീസ് നടത്തുമെന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. പക്ഷേ പോലീസിനെ ബന്ധപ്പെട്ടു, KSRTCയിലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരെ ഒക്കെ ബന്ധപ്പെട്ടു. സ്വന്തം റിസ്കിൽ സർവീസ് നടത്തിക്കൊള്ളാനാണ് അവിടെ നിന്നൊക്കെ ലഭിച്ച നിർദ്ദേശം. പക്ഷേ ശാസ്താംകോട്ട വരെ പോകേണ്ട ബസ്സാണ്. വഴിയിൽ എവിടെയെങ്കിലും മറ്റ് തടസ്സങ്ങളോ സംഘർഷങ്ങളോ ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം റിസ്കിൽ സർവീസ് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. പക്ഷേ ഇനി എത്തരത്തിലാണ് യാത്ര നടത്തുക, എങ്ങനെ സർവീസ് നടത്തുമെന്നുള്ള ആശങ്കയിൽ പെട്ടിരിക്കുകയാണ് അത് ജീവനക്കാരും അതുപോലെ തന്നെ യാത്രക്കാരും. ഒരു ബസ്സിൽ ബസ് ഇട്ടേക്കുന്നുണ്ടല്ലേ, ഫണ്ട് ബ്ലോക്ക് ചെയ്തിട്ടേക്കുക. ആർക്കും ബസ് എടുക്കാൻ പറ്റത്തില്ല. ഈ ബസ് ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്ന അവരോട് ചോദിച്ചു പറഞ്ഞു ബസ് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഫ്രണ്ടിൽ നിന്ന് ഇറക്കത്തില്ല, അതുകൊണ്ട് ബസ് എടുക്കാൻ പറ്റില്ല. രാവിലെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ വേറെ ഒരു പ്രശ്നമല്ല. എനിക്ക് ഇവിടെ നമ്മളെ മാർത്താണ്ഡത്ത് അവിടെ എങ്ങാനും ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ബസ് കിട്ടും. പക്ഷെ ഇവിടെ നിന്ന് പോകണ്ടേ? ഇവിടെ നിന്ന് രാവിലെ ഒരു നാറുകോയിൽ പോയെന്ന് പറയാനായിട്ട് ഇതുവരെയ്ക്കും ഒരു ബസ്സില്ല. വേറെ ഒന്നുമില്ല. നമുക്കിവിടെ മാർത്താണ്ഡത്ത് അവിടെ എവിടെയെങ്കിലും പോയി ബസ് അവിടം വരെ ആയിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കയറി പോവാം. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.